ഗൈസ്, ഈ ഒരു ഓണം വെക്കേഷൻ വയനാട്ടിൽ നിന്നും മൺസൂൺ റൈഡ് പോകാൻ പറ്റിയ നല്ല അടിപൊളി റൂട്ട് പരിചയപ്പെട്ടാലോ. വാട്ടർഫാൾസും സ്ട്രീംസും ഒരുപാടുള്ള റൂട്ട്, നൂൽമഴയും കോടമഞ്ഞും എല്ലായ്പ്പോഴും ഉള്ള സ്ഥലം, വ്യൂ പോയിന്റ്സ് ധാരാളമായിട്ടുള്ള സ്ഥലം. ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി നമ്മുടെ ഓണം കളറാക്കിയാലോ. അങ്ങനെയാണെങ്കിൽ നേരെ വിട്ടോ നിറവിൽ പുഴ കടന്ന് കുറ്റ്യാടി ചുരത്തിലേക്ക്. മൺസൂൺ സീസണിലാണ് നിങ്ങൾ ഇവിടെ വരുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു യാത്ര ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. വയനാട്ടുകാർക്ക് മാത്രമല്ല, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലുള്ളവർക്കും ഈ ഒരു സ്ഥലത്തേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും. കുറ്റ്യാടി ചുരത്തിലെ ഈ ഒരു ഭാഗത്ത് ഏത് സമയത്തും കോടമഞ്ഞ് ലഭിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്താൻ 2 എൻട്രി ഗേറ്റുകളുണ്ട്. കണ്ണൂർ, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കുറ്റ്യാടി ടൗണിൽ നിന്നും, അതുപോലെ വയനാട്ടിൽ നിന്ന് വരുന്നവർക്ക് തൊട്ടിൽപ്പാലം എത്തുന്നതിന് മുൻപ് ചാത്തങ്കോട് നട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് ഈ ഒരു സ്ഥലത്തേക്ക് എത്താം. കർഷകരായിട്ടുള്ള ഒരുപാട് ഫാമിലീസ് താമസിക്കുന്ന മലപ്രദേശമാണിത്. മലപ്രദേശമായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലൊക്കെ അവിടെ ഇവിടെയായിട്ട് കാണാനുണ്ട്. ഇതിനകത്തുള്ള ഏത് റൂട്ടിലൂടെ പോയാലും നമുക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ സ്ട്രീംസ് ഒക്കെ ഒരുപാട് കാണാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് ചാപ്പൻതോട്ടം വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഏറ്റവും വലിയ വാട്ടർഫാളിലേക്കാണ്. ചാത്തൻകോട് നടവഴി വരുമ്പോൾ കാണാനുള്ള ആദ്യത്തെ വാട്ടർഫാൾ ആണ് ചാപ്പൻതോട്ടം വാട്ടർഫാൾസ്. ദൂരെ നിന്ന് തന്നെ ചാപ്പൻതോട്ടം വാട്ടർഫാൾസിന്റെ ശബ്ദവും അതുപോലെ വാട്ടർഫാൾസിന്റെ ചെറിയ വ്യൂസും നമുക്ക് കാണാം. അവിടെ എത്തിച്ചേരാൻ ഈ കാണുന്ന ചാപ്പൻതോട്ടം അങ്ങാടിയിൽ നിന്നും ചെറിയൊരു കോൺക്രീറ്റ് റോഡ് താഴേക്ക് പോകുന്നത് കാണാം. അതിലെയാണ് നമ്മൾ പോവേണ്ടത്. കഷ്ടിച്ച് ഒരു വണ്ടിക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റിയ ചെറിയൊരു കോൺക്രീറ്റ് റോഡാണിത്. ഇതിലൂടെ ഒരു 400 മീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ചാപ്പൻതോട്ടം വാട്ടർഫാൾസിൽ എത്താം. ഈ ഒരു വാട്ടർഫാളിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യവും അതുപോലെ ഇതിന്റെ മുകളിലേക്ക് കയറാനുള്ള സൗകര്യവും ഒക്കെ ഉണ്ടെങ്കിലും സേഫ് അല്ലാത്തതിനാൽ നമ്മൾ അതിനൊന്നും മുതിർന്നില്ല. ഇതുവരെ നമ്മുടെ മൂക്കിന് തൊട്ട് താഴെയായി ഈ ഒരു സ്പോട്ട് അധികം ആരും അറിയപ്പെടാതെ ഹിഡൻ ആയി കിടക്കുകയായിരുന്നു. കാരണം അധിക ആളുകളും ഈ ഒരു വാട്ടർഫാളിൽ വന്ന് അവരുടെ യാത്ര അവസാനിപ്പിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ നമ്മുടെ യാത്ര ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇനിയുള്ള റൂട്ടിലാണ് ഈ ഒരു പ്രദേശത്തിന്റെ എല്ലാ സൗന്ദര്യവും നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ നമ്മൾ ചാപ്പൻതോട്ടം വാട്ടർഫാൾസും കൊണ്ട് ഇനി നേരെ പോകുന്നത് ചാപ്പൻതോട്ടം അങ്ങാടിയിൽ നിന്നും റൈറ്റിലുള്ള റോഡിലേക്കാണ്. അതുവഴി പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വ്യൂ പോയിന്റ്സും അതുപോലെ ചെറിയ ചെറിയ വാട്ടർഫാൾസും കാണാം. ചെങ്കുത്തായ ഒരുപാട് കയറ്റങ്ങളും വളവുകളും ഉള്ള ഒരു റൂട്ടാണിത്. വളരെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കേണ്ട ഒരു പ്രദേശം കൂടിയാണിത്. കയറ്റവും വളവും ഒരുമിച്ച് വരുന്ന സ്ഥലങ്ങളിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വാഹനങ്ങൾ പെട്ടെന്ന് വന്നാൽ നമുക്ക് പണി കിട്ടും. ഈ ഒരു പ്രദേശത്തെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തതിനാൽ കണ്ണിൽ കണ്ട എല്ലാ റോഡുകളിലൂടെയും ഞങ്ങൾ സഞ്ചരിച്ചു. റോഡ് അരികിലായി തന്നെ ഒരുപാട് വാട്ടർഫാൾസ് നമുക്ക് കാണാൻ കഴിഞ്ഞു. വളരെ പെട്ടെന്ന് കോടമഞ്ഞും മഴയും മാറി മാറി വരുന്ന ഈ ഒരു പ്രദേശത്തിന്റെ എല്ലാവിധ സൗന്ദര്യവും നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു പ്രദേശത്ത് തന്നെ സഞ്ചാരികളുടെ മനം കവരുന്ന മറ്റൊരു കാഴ്ച കാണാനാണ്. മൺസൂൺ സീസണിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. റോഡിന് കുറുകെയുള്ള ഈ ഒരു നീരൊഴുക്ക് പ്രദേശത്തുകാരായ ആളുകൾക്ക് വാഹനങ്ങൾ സർവീസ് ചെയ്യാൻ പ്രകൃതി ഒരുക്കിയ ഒരു സ്പോട്ടാണെന്ന് തോന്നും. അതുപോലെ ഈ ഒരു പ്രദേശത്തെ ആളുകളുടെ ബിഹേവിയറും വളരെ സൗഹാർദ്ദപരമാണ്. നമ്മൾ സംസാരിച്ച എല്ലാ ആളുകളും വളരെ സൗഹാർദ്ദത്തോടെയാണ് നമ്മളോട് പെരുമാറിയത്. ഇതേ റൂട്ടിൽ കുറച്ചുകൂടി ദൂരം നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വ്യൂ പോയിന്റുകൾ കിട്ടും. അതിൽ ആദ്യത്തെ ചെറിയൊരു വ്യൂ പോയിന്റിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. മലമുകളിൽ നിന്നും നോക്കുമ്പോൾ താഴ്ഭാഗത്ത് തലയെടുപ്പോടെ കൂടി നിൽക്കുന്ന തെങ്ങിൻ തോട്ടങ്ങൾ കാണാൻ വളരെ മനോഹരമായ കാഴ്ചയാണ്. കുറ്റ്യാടിയുടെ സമീപ പ്രദേശത്തുള്ള എല്ലാ തെങ്ങിൻ തോപ്പുകളും നമുക്ക് ഈ ഒരു മലമുകളിൽ നിന്നും കാണാം. ഇവിടെ നിന്നും കുറച്ചു ദൂരം മുന്നോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് വട്ടിപ്പന വ്യൂ പോയിന്റിൽ എത്താം. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റ് ആണിത്. കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളും നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റും. ഇത്രയും മനോഹരമായ വ്യൂ പോയിന്റ്സും വാട്ടർഫാൾസും ഉള്ള സ്ഥലം ഇത്രയും കാലം പുറം ലോകം അറിയാതെ രഹസ്യമാക്കി വെക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ഇനിയും മനസ്സിലാവുന്നില്ല. ദിവസവും 100 കണക്കിന് ടൂറിസ്റ്റുകൾ കുറ്റ്യാടി ചുരം കയറി വയനാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിലും വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിപ്പെടുന്നുള്ളൂ. ഇത്രയും മനോഹരമായ ഒരു സ്പോട്ടിൽ ഞങ്ങൾ എത്തിച്ചേരുമ്പോൾ ഞങ്ങളെ കൂടാതെ വെറും 2 ആളുകളാണ് ഇവിടെ ടൂറിസ്റ്റുകളായി എത്തിയിട്ടുള്ളത്. 100 കണക്കിന് വാഹനങ്ങൾ പാസ് ചെയ്യുന്ന കുറ്റ്യാടി ചുരത്തിൽ പോലും ഫോട്ടോയും വീഡിയോസും എടുക്കാൻ ഇതിനേക്കാൾ മനോഹരമായ സ്പോട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. വ്യൂ പോയിന്റ് ഇതൊന്ന് ഇതിന്റെ തൊട്ടപ്പുറത്ത് വരുന്നുണ്ട്. ഇതന്നല്ലേ വ്യൂ പോയിന്റ്. ഈ ഒരു 20 കിലോമീറ്റർ ദൂരം നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു യാത്രയായിരിക്കും അത് എന്ന കാര്യത്തിൽ സംശയമില്ല. ചേട്ടാ ബായ്. എന്താടാ
അവരിവിടെ നിന്നല്ല ചോദിച്ച വ്യൂ പോയിന്റ് ഇപ്പോൾ വന്നോ? ശരി പണമല്ല കൂടുതൽ ചെക്ക് വാസിൽ പിടിച്ചു വെച്ച് പൈസ ഞാൻ സ്ഥിരം കൂടുതൽ പൈസ പിടിക്കല്ലോ. ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ കാണുന്നത് മുഴുവൻ തെങ്ങിൻ തോട്ടമാണ്. കുറ്റ്യാടി തേങ്ങയും വെളിച്ചെണ്ണയും എന്തുകൊണ്ടാണ് ഇത്രയും പ്രസിദ്ധമായതെന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു പ്രദേശത്തൂടെ നമ്മൾ എത്ര യാത്ര ചെയ്താലും നമുക്ക് മതി വരില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ ഒരു സ്പോട്ടിലൂടെയും അതുപോലെ മെയിൻ റോഡിൽ നിന്നും മാറി മറ്റ് ചെറിയ ഊടുവഴികളിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് സഞ്ചരിച്ചു. ഇതിലെ ഓരോ സ്പോട്ടും ഒന്നിനോടൊന്ന് കിടപിടിക്കുന്നതാണ്. ഇത്രയും മനോഹരമായ വ്യൂ പോയിന്റ് വയനാട്ടിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇതേ റൂട്ടിൽ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് അതിലും മനോഹരമായ കാഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മലമ്പ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് ദൂരം സഞ്ചരിച്ച് താഴ്ഭാഗങ്ങളിലെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ ചാത്തങ്കോട് നടയിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇനി നമ്മൾ കുറ്റ്യാടിയിലേക്കാണ് പോകുന്നത്. വയനാട്ടിൽ നിന്ന് കുറ്റ്യാടിയിലേക്ക് പോകുന്നവർക്കും അതുപോലെ കുറ്റ്യാടിയിൽ നിന്നും വയനാട്ടിലേക്ക് കയറി വരുന്നവർക്കും ഈ ഒരു റൂട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. വരും കാലങ്ങളിൽ ഈ ഒരു റൂട്ട് ടൂറിസ്റ്റുകളാൽ സമ്പന്നമാകുമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഫ്രം സ്പൈസ് റൂട്ട്.